ഹായ് ഹലോ നമസ്കാരം. ഞാൻ മായവി. രമേശേട്ടാ, മഞ്ചേച്ചി, കാക്ക, എടാ ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, ചിരിച്ചില്ലെങ്കിൽ എറിഞ്ഞെങ്കിലും ലൈറ്റ് ഒന്ന് കത്തിച്ചേക്കണേ. എന്റെ പൊന്നു മഞ്ജു ചേച്ചി, ഈ രമേശേന്റെ ചിരിക്കൊക്കെ എന്നാ വിലയാണെന്നറിയോ? എന്റെ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ വീട്ടിലിരുന്ന് കാണുമ്പോ എന്റെ അമ്മൂമ്മ ഈ മനുഷ്യനൊന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് ഗണപതിക്ക് 3 തേങ്ങ, വടക്കുന്ന കാറ്റടിച്ച തെക്കോട്ടെടുക്കാതിരിക്കുന്ന എന്റെ അപ്പൂപ്പന്റെ ചെള്ളയ്ക്ക് 2 വേല് നേർച്ച ചേർന്നു. പക്ഷെ ഈ മനുഷ്യൻ കടാശിച്ചില്ല. അമ്മൂമ്മയോണ്ട് പറയുന്നതല്ല, വെറുതെ ഗുരുദോഷം ഒന്ന് മേടിച്ചു വെക്കരുത്. 2 അറ്റാക്ക് കഴിഞ്ഞ സ്ത്രീയാ, വെറുതെ എങ്കിലും ഒന്ന് ചിരിച്ചേക്കണം. ഇപ്പൊ നിങ്ങൾ 3 പേര് എന്നെ നോക്കി പൊട്ടിച്ചിരിക്കുവാണെങ്കിൽ ഇവിടെ ബമ്പർ പൊട്ടും. അതാണ് നമ്മുടെ ഇവിടുത്തെ നിയമം. ആ സമയം ഞാൻ റോഡിലെങ്ങാനും നിൽക്കുമ്പോൾ ആരെങ്കിലും എന്നെ നോക്കി ചിരിക്കുവാണെങ്കിൽ അത് നിയമലംഘനം. അപ്പോഴത്തേക്ക് ഞാൻ അവരെ ചിലപ്പോൾ എടുത്തിട്ട് പൊട്ടിക്കും. അപ്പൊ ആളുകൾ പറയും, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, നിയമം കയ്യിലെടുക്കരുത്, മായ നിയമം കയ്യിലെടുക്കരുത്. പറച്ചിലേട്ടാ തോന്നും പാപ്പനും കൂടെ ജനിച്ചാലും നിയമം കൈയും പൊക്കി പിടിച്ചോണ്ടിരിക്കുക, മായ എന്നെ ഒന്ന് എടുക്കുന്നു പറഞ്ഞാന്ന്. ശരിക്കും പറഞ്ഞാൽ നിയമം എല്ലായിടത്തും ഉണ്ട് രമേശേട്ടാ. പക്ഷെ ഇത് സിറ്റുവേഷൻസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ ഇവന്റെ അനത്തിൽപ്പെട്ടൊരു വ്ളോഗർ ചെക്കൻ പ്രപഞ്ചത്തിൽ ആരും ചെയ്യാത്ത കണക്ക് വണ്ടിയിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി. മതിയല്ലോ, ഞാൻ ആലോചിക്കുന്നു ഇവൻ എന്നാത്തിന്റെ കേടാ. ഇവൻ ആ വൈറ്റിലെ മെട്രോ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ റോഡിൽ എന്തോരം സ്വിമ്മിംഗ് പൂളാണ് കിടക്കുന്നത്, അവിടെ ചെന്ന് ആസ്വദിച്ചാൽ പോരെ. അല്ലെങ്കിൽ റോഡിൽ സ്വിമ്മിംഗ് പൂൾ ഒന്നും പ്രശ്നമില്ല. പക്ഷെ വണ്ടിയിൽ എങ്ങാനും സ്വിമ്മിംഗ് പൂൾ പണിഞ്ഞെന്നറിഞ്ഞാൽ ഇത് MVD എങ്ങാനും കണ്ടാ പിന്നെ അന്തരാസ കുന്തരാസ തള്ളെ കലിപ്പ് തീരണില്ലെന്നും പറഞ്ഞ് ചെക്കന്റെ ലൈസൻസും കട്ടാക്കി. അനുഭവിക്കട്ടെ. ഇനി വണ്ടി ഓടിക്കാൻ ആഗ്രഹമുണ്ട്, വെള്ളക്ക വണ്ടി ഉരുട്ടി കിടക്കട്ടെ. വേണ്ടാത്ത പണിക്ക് പോയിട്ടല്ലേ. ഈ റോഡ് നിയമങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നിയമമാണ്, അതായത് വാഹനങ്ങളിൽ പരസ്യം പതിക്കാൻ പാടില്ല. അതായത് ഈ ഡ്രൈവർമാരുടെ ശ്രദ്ധ തെറ്റി വാഹനങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഇടിച്ചു മറിയുമെന്ന് സർക്കാർ. ഈ ഇടയ്ക്ക് സർക്കാർ വണ്ടിയുടെ സൈഡിൽ നോക്കിയപ്പം രാത്രി 7 മണിക്ക് കഥാനായിക മറക്കാതെ കാണണമെന്ന്. അത് പിന്നെ ഇന്ത്യൻ ആക്ട് പ്രകാരം എല്ലാവരും കണ്ടിരിക്കേണ്ട സീരിയലാണല്ലോ. ഈ ആശാന് അടുപ്പിലാവുമെന്ന് പറയുന്ന പോലെയാണ് ചില ബസ്സിലെ നിയമങ്ങൾ. വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, കയ്യും തലയും പുറത്തിടരുതെന്ന്. ആര് പുറത്തിടരുതെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മളൊന്നും ബസ്സിൽ കയറി കയ്യും തലയും എടുത്ത് പുറത്തിടുന്നതുമില്ല. പക്ഷെ ഒരു 5 മിനിറ്റ് ഡ്രൈവർമാരൊന്ന് ശ്രദ്ധിക്കണം. ഇവര് സിഗ്നൽ കാണിക്കുന്ന ഉടല് മൊത്തത്തിൽ എടുത്ത് പുറത്തിട്ടോണ്ടാ. എന്നിട്ട് അകത്തുള്ള യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ പുകവലി പാടില്ലെന്ന്. പിന്നെ ബസ്സിന്റെ മൂട്ടിൽ വെച്ചിരിക്കുന്ന പോക്കഴിലെ കൂടി അങ്ങോട്ട് പനിനീരാണല്ലോ തളിച്ചോണ്ടിരിക്കുന്നത്. ഇനി പാവപ്പെട്ട നമ്മളെങ്ങാനും വണ്ടി എടുക്കുകയാണെങ്കിൽ റോഡിൽ കൂടെ പോകുന്നെങ്കിൽ വെള്ളവര മുറിച്ച് കിടന്നാ പ്രശ്നം, എവിടെയെങ്കിലും പാർക്ക് ചെയ്താൽ മഞ്ഞവര കുടിച്ച് കിടന്നാ പ്രശ്നം. എന്റെ നിയമം ഇവരെയൊക്കെ നിയമത്തിനൊത്ത് പോകണമെങ്കിൽ എന്റെ പൊന്നു പിശാചേട്ടാ ഉത്സവപ്പറമ്പിൽ നിന്ന് മേടിക്കുന്ന വല്ല കാറും എല്ലാം മേടിച്ചോണ്ട് ഇടേണ്ടി വരും. എല്ലാവരും നിയമങ്ങൾക്കനുസരിച്ച് തന്നെ ജീവിക്കുന്നത്. എന്റെ ചിറ്റപ്പന്റെ മോൾ ഒളിച്ചോടിപ്പോ ബോഡിപ്പോ സ്റ്റേഷനിൽ കേസ് കൊടുത്തു. രായിക്ക് രാമണൻ 24 hours പോലീസുകാർ പെണ്ണിനെ ചെക്കനെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ചിറ്റപ്പൻ ചെന്ന് പറഞ്ഞിട്ട് ബാ മോളെ പോവാന്ന്. ഇൻസ്പെക്ടർ പറഞ്ഞു, അതെവിടുത്തെ പരിപാടി? പെങ്കൊച്ചിന് 18 വയസ്സുണ്ട്, ചെക്കൻ 21 വയസ്സുണ്ട്. അവർക്ക് അവരുടെ ജീവൻ തിരഞ്ഞെടുക്കാനുള്ള പ്രായവും പക്വതയായിരുന്നു. 2 പേരോട് നോട്ട് ദ പോയിന്റ്. ചെക്കൻ 21 വയസ്സ്. ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാൻ 18 വയസ്സിന്റെ ബുദ്ധി വളർച്ച മതി. അപ്പോഴും കൂടെ ജീവിക്കാൻ ഒരു പെമ്പറന്നോത്തെ തെരഞ്ഞെടുക്കണമെങ്കിൽ പിന്നെ 3 വർഷം എക്സ്ട്രാ വേണം. നിങ്ങളുടെയൊക്കെ ഓരോരോ ടാസ്കുകളെ. അല്ലെങ്കിൽ ഞാൻ ആലോചിക്കുന്നേ, വോട്ടിടാൻ പോകുമ്പോ എനിക്ക് തോന്നുന്നത് നമ്മൾ 2 വീലറിൽ 8 എടുക്കുന്ന പോലെയാ. കുത്തണം തോന്നും, കുത്തരുത്, 8 എടുക്കാൻ പറ്റത്തില്ല. വോട്ടിന് കഴിയുമ്പോ എങ്ങനെയാ, ചിലര് ചിരിച്ച് ചിഹ്നമൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടോ തോന്നും, കുത്തണം തോന്നും, കുത്തരുത്. ചിലപ്പോ നമുക്ക് 8ന്റെ പണിയിട്ട് കളയും. പക്ഷെ നിയമം വെച്ച് ഒരു പെണ്ണിനും ചെറുക്കനും ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിയമമായിട്ട് അവർക്ക് ഒരുമിച്ച് ജീവിക്കാം. ഇനിയിപ്പം അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിയമമായിട്ട് അവർക്ക് ബന്ധം വേർപെടുത്താം. നമ്മുടെ നാട്ടില് നിയമപരമായിട്ട്. ഞാൻ എൻ്റെ കെട്ടിയവനോട് എന്നിട്ട് എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല ചേട്ടാന്ന് പറഞ്ഞാൽ കല്യാണത്തിന് അച്ചാറ് വിളമ്പിയ ചെറുക്കൻ്റെ പേര് മുതൽ നൽവിരുന്നിൽ അലമാരിയും കൊണ്ടുവന്ന അണ്ണാച്ചിയുടെ പേര് വരെ കൂട്ടിച്ചേർത്തൊരു അവിഹിത കഥയും കൊണ്ടാകും. ഇനി അബദ്ധവശ 2 പിള്ളേരുണ്ടെങ്കിൽ ചുമ്മാ ഇരുന്നെങ്കിൽ ശരിക്കും അബദ്ധവശ പിള്ളേരൊന്നും ഉണ്ടാകത്തില്ല. ഇനി അഥവാ പിള്ളേർ ഉണ്ടെങ്കിൽ തന്നെ ഭാര്യ ഒപ്പിടുമ്പം ഭർത്താവ് ഒപ്പിടത്തില്ല, ഭർത്താവ് ഒപ്പിടുമ്പം ഭാര്യ ഒപ്പിടത്തില്ല. ഇവർ 2 പേരോട് ഒപ്പിടാൻ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം കോടതി പറയും കൗൺസിലിംഗ് വിളിക്കാമെന്ന്. എന്തിനു പറയുന്നു? 65-ാമത്തെ വയസ്സിൽ 85-ാമത്തെ കൗൺസിലിംഗ് കഴിഞ്ഞ് കിടക്കുമ്പോഴേ അവർ പറയും ഞാൻ ഒപ്പിടത്തില്ല, അല്ല അവൾ അങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നത് ഞാനൊന്ന് കാണട്ടെന്ന്. ഈ ഒരു ഡിവോഴ്സ് കിട്ടാണ്ട് മിക്ക